ആമേൻ. നിങ്ങളെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിങ്ങളെ എന്നെയും എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആമേൻ. നമുക്ക് കൂടി ഒരുമിച്ച് ദൈവസന്നിധി ഇരിപ്പാൻ തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ആമേൻ സ്തോത്രം, ഒരു വചനം വായിച്ചിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ദൈവാലോചനയെ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. ആമേൻ. നമ്മുടെ പിന്നെ വേദപുസ്തകത്തിൽ ഒത്തിരി ഉപവാസങ്ങളും പ്രാർത്ഥനകളും യോഗങ്ങളും നടന്നതായി തെളിവുണ്ട്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പോലും 40 ദിവസം ഉപവസിച്ചു. അത് മരുഭൂമിയിലായിരുന്നു. നമുക്കറിയാം. മോശ 40 ദിവസം ദൈവസന്നിധിയിൽ ആമേൻ ആയിരുന്നു. ഉപവാസത്തോടെയാണ്. അതായത് ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. 40 പ്രാവശ്യം 2 പ്രാവശ്യം ഇരുന്നായിട്ടാണ് എന്റെ ഓർമ്മ. ആമേ സ്തോത്രം ഇരുന്നു. ആമേ സ്തോത്രം എന്നതുപോലെ നമ്മളും കർത്താവിന്റെ സന്നിധിയിൽ 40 ദിവസം ഇരിക്കുകയാണ്. എത്ര പേര് 40 ഇരിക്കുന്നു? അത് ഫുൾ ടൈം ആണോ ഹാഫ് ടൈം ആണോ ഒന്നും അറിയത്തില്ല. എങ്കിലും കർത്താവ് അവരവർക്ക് വെളിപ്പെട്ടതുപോലെ, അവരവർക്ക് ദൈവാത്മാവ് പ്രേരിപ്പിച്ചതുപോലെ ദൈവസന്നിധി ഇരിക്കാം. ദൈവം നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കും. ആമേൻ. ഇത് പ്രസംഗമായിട്ടല്ല ഈ വചനം വായിക്കുന്നത്, ആ ദൈവാത്മാവ് തന്ന ദൂത്. ഞാൻ അതിനുശേഷം ഞാൻ ദൈവവചനം വായിക്കാം. ഇപ്പോൾ നിങ്ങൾ എടുക്കുക സദൃശ്യവാക്യം 19 ആമേൻ 21 വചനം ഞാൻ തന്നെ വായിക്കാം. ആമേൻ. ഇത് നിങ്ങളുടെ ഹൃദയത്തിന് തരുന്ന ഒരു ആമേൻ ഒരു മുന്നൊരുക്കം എന്നതുപോലെ ഈ വചനം കേൾക്കാം. 19:21 സദൃശവാക്യം. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പോ തന്നെ എന്തെല്ലാം വിചാരങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. ആമേൻ സ്തോത്രം. ഇല്ലേ? വിചാരം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ബുദ്ധിഹീനത ഉണ്ടെന്നല്ലേ അർത്ഥം. നമ്മൾ വിചാരിക്കും. പക്ഷെ എന്തു വിചാരിക്കണമെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. ആമേൻ സ്തോത്രം. വല്ലതും വിചാരിച്ചു കൂട്ടിയാ വല്ലതും നടക്കുവോ? ഒരിക്കലുമില്ല. ഇവിടെ കർത്താവ് തന്നെ പറയാ, യഹോവയുടെ ആലോചനയെ നിവർത്തിയാകയുള്ളൂ. ആമേൻ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ എന്തെങ്കിലും ആലോചിച്ച് തലപുകഞ്ഞ് സമയവും കളഞ്ഞ് മനസ്സും കലക്കി നമ്മൾ വല്ലാതെ ആയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ അതുകൊണ്ട് അപ്പൊ എന്റെ പേര് സൗദ എന്നാണ്. സൗദ. എന്റെ ഹസ്ബൻഡിന്റെ പേര് സുരേഷ്. ആമേ സ്തോത്രം. ഞാൻ എന്റെ സാക്ഷ്യം പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു വന്നത്. ആമേ സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ പലതും വിചാരിച്ചു കൂട്ടി സമയം വെറുതെ കളയാതെ കർത്താവിന്റെ ആലോചന എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിളിയാലുള്ള എഫേസ്യർക്ക് ലേഖനം നമുക്കറിയാം. വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്നാണ്. കർത്താവ് നമ്മളെല്ലാം വിളിച്ചുകൊണ്ടാണല്ലോ ഇന്ന് ഈ കൂട്ടായ്മ വന്നിരിക്കുന്നത്. വിളിക്കാത്തതിലല്ല നമ്മൾ വന്നേ. നമ്മളെ കർത്താവ് വിളിച്ചു, നമ്മളെ വിളിച്ചു വേർതിരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാല ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളൊരു വിളി കേട്ടിറങ്ങിയവരാ. ആരെങ്കിലും കണ്ടിറങ്ങിയവരാണെങ്കിൽ ആമേൻ വഴിയിൽ വെച്ച് പിന്മാറിപ്പോവും കേട്ടോ. ആരെയും കണ്ടിറങ്ങിയത് കൊണ്ട് നിലനിൽക്കത്തില്ല. ആമേൻ. കർത്താവിന്റെ ശബ്ദം ആരിലൂടെയെങ്കിലും ആവാം, വചനത്തിലൂടെ ആവാം, എങ്ങനെയെങ്കിലും ആകാം. എന്തിനാണ്? കപ്പലണ്ടി പൊതിഞ്ഞ ഒരു ബൈബിൾ തുണ്ടിലൂടെ ആമേൻ രക്ഷിക്കപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ബെറോട്ട പൊതിഞ്ഞ് ആമേൻ ജയിലറയില് ബൈബിൾ ബെറോട്ട പൊതിഞ്ഞ് കൊണ്ടുവന്ന അതിലൂടെ രക്ഷിക്കപ്പെട്ട, ജയിലറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുണ്ട്. ഇല്ലേ? ആമേൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ വിളിക്കാൻ പല മാധ്യമങ്ങളുണ്ട്. ഇന്നതിൽ കൂടി തന്നെ വിളിക്കണമെന്ന് നിർബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. അതിനെ ഞാൻ ഇച്ചിരി കൂടെ കയറ്റി പറയും. പല വിചാരങ്ങളുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന്റെ ആലോചന മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ആലോചന എന്ത് എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 7-ാം വാക്യം നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മൾ കർത്താവിലും അവന്റെ വചനം നമ്മളിലും വസിച്ചാൽ നാം ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്റെ ചിന്ത എന്താണെന്നറിയോ? ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ ക്രിസ്തുവിലുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ഇഷ്ടം മാത്രമേ നമ്മൾ ആലോചിക്കുകയുള്ളൂ, നമ്മൾ ചോദിക്കുകയുള്ളൂ, നമ്മൾ അതിന്റെ പിന്നെ പോകത്തുള്ളൂ. കാരണം നമ്മളെ നയിക്കുന്നത് ആരാ? ദൈവം.
പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം, ആമേൻ, നാം വഴിതെറ്റിപ്പോകുമ്പോൾ, വഴി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് ശബ്ദം കേൾപ്പിക്കും. ശബ്ദം കേൾപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? തിരിഞ്ഞു നടക്കാം. അതിന് ഈ ഒരു വചനവും കൂടി ഇതിനോട് ചേർന്ന് വായിച്ചിട്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുക. പ്രൈസ് ദി ലോർഡ്. 103 സങ്കീർത്തനം 20 വചനം ആർക്കെങ്കിലും വായിക്കാം? ശക്തമായിട്ട് വായിക്കാം. ഞാൻ വായിക്കണം. 103 സങ്കീർത്തനം 20 വചനം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേ. പ്രൈസ് ദി ലോർഡ്. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകന്മാരായി അവന്റെ സകല സൈന്യവുമായുള്ളവരേ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും മതി നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഇനി ഒന്നും മനസ്സിലാകാനില്ല. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യം 21 വചനം പറയുന്നത്, ആമേൻ, നമ്മൾ കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിയണം. കർത്താവിന്റെ ഹിതം മാത്രമേ നടക്കുകയുള്ളൂ. അത് അതിന്റെ ഇടയ്ക്ക് മോൾ ഇവിടെ വന്നു, അതിന്റെ ഒരു ഏകാഗ്രത അങ്ങ് നശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ. അപ്പോൾ ഇന്നറിയാം ദൈവം ഭയങ്കര വിടുതൽ തരാൻ പോവാ. കർത്താവ് ഭയങ്കര വിടുതൽ തരാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവ് മെനഞ്ഞാന്ന് മുതൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കാം. മെനഞ്ഞാന്ന് മുതൽ ഞാൻ ഉറപ്പിച്ച വിഷയമാ. ചില വ്യക്തികളുടെ ഹൃദയത്തെ ദൈവം സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ പോകാ, സമാധാനം കൊണ്ട് നിറയ്ക്കാൻ പോകാ, അവർക്ക് വിടുതൽ അയക്കാൻ പോകാന്ന് എനിക്ക് ഉറപ്പ് മെനഞ്ഞാന്നേ ദൈവം തന്നു കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞില്ലേ? പറഞ്ഞു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? ആമേൻ. അപേക്ഷയാലും പ്രാർത്ഥനയാലും സ്തോത്രത്തോടെ അവനെ അറിയിച്ചാൽ മതി എന്നല്ലേ? അറിയിക്കാതെ ഇരുന്ന് നമ്മൾ തന്നെ സ്വയം ഭാരം ഏറ്റെടുത്ത് പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് വാർത്തയെ പോലെ ഇങ്ങനെ മനസ്സ് കലങ്ങരുതെന്നാ പറഞ്ഞേ. നിങ്ങളുടെ മനസ്സ് കലങ്ങി പോകരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിചാരപ്പെട്ടാൽ മനസ്സ് കലങ്ങും. മനസ്സ് കലങ്ങിയാൽ കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. നമ്മൾ കലക്കമെല്ലാം മാറ്റി ശാന്തമായി കർത്താവിന്റെ പാദപീഠത്തിൽ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് ശാന്തമായി അവിടെ വന്നിരിക്കുമ്പോഴാ കർത്താവിന് സംസാരിക്കാൻ പറ്റൂ, കർത്താവിന് വിടുവിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. പ്രൈസ്. അതുകൊണ്ട് നിങ്ങളെ ചിന്താകുലങ്ങളെല്ലാം അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും ഭാരമെല്ലാം അവന്റെ മേൽ വെച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവസന്നിധി ഇരിക്കാം. ഇന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ വിടുതലായിട്ട് എഴുന്നേറ്റ് പോകാവൂ. കാർ വർഷാപ്പിൽ കയറ്റിയതുപോലെ ഇറക്കിക്കൊണ്ടു പോകൂ ആരെങ്കിലും? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളാരും ബ്യൂട്ടി പാർലറിൽ പോകുന്നവരല്ല. ഇനി ബ്യൂട്ടി പാർലറിൽ പോകുന്നവരോട് ചോദിച്ചു നോക്കിക്കേ, അവർ അങ്ങോട്ട് പോയതുപോലെയാണ് അവർ തിരിച്ചിറങ്ങി വരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വരുന്നത് നമ്മളെ ഒന്നുകൂടെ പുതുക്കാനാണ്, നമ്മളെ ഒന്നുകൂടെ ശുദ്ധീകരിക്കാനാണ്. ആമേൻ. വന്നതുപോലെ തിരിച്ചു പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവം ശക്തമായി നമ്മളോട് ഇടപെടുമാറാകട്ടെ. ഞാനും കൂടി കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല കേട്ടോ. എനിക്ക് കർത്താവ് തരുന്നത് പറയാനേ അറിയാവൂ. കർത്താവ് തരും, ഞാൻ പറയും. ആമേൻ. ആവശ്യമുള്ളവരെ ഏറ്റെടുത്തു കൊള്ളുക. മന്ന പൊഴിക്കുന്നത് പോലെയാ. ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ വചനത്തിനകത്ത് എന്തുണ്ട്? ശബ്ദമുണ്ട്. ആ ശബ്ദം നമ്മൾ കേൾക്കണം. അതിനകത്ത് ആജ്ഞയുണ്ട്. ആ ആജ്ഞ നമ്മൾ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? യഹോവ നമ്മളെ കുറിച്ച് വിചാരിച്ച വിചാരങ്ങൾ നമ്മളെ അറിയിക്കും. ഈ ശബ്ദത്തിലൂടെ അറിയിക്കും. അവൻ നമ്മൾ അനുസരിക്കും, ദൈവം പ്രവർത്തിക്കും. അനുസരിക്കുന്നവർക്ക് മാത്രമേ അനുഗ്രഹം ഉള്ളൂ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ദൈവാത്മാവ് പിന്നെയും എനിക്കൊരു വചനം ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇട്ടു തരിക. യോഹന്നാൻ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ വരുമോ? ഇല്ലേ? ആമേൻ. സ്തോത്രം. സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. എത്ര അളവിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആമേ. കൊച്ചു പിള്ളേരോട് പറഞ്ഞു
എത്ര സ്നേഹിക്കുന്നു എന്ന് പറയും, അളവ് കാണിക്കും. അങ്ങനെയല്ലല്ലോ, നമ്മൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയോ ഉപവാസം എടുക്കുകയോ മുട്ടുമേ നിന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയോ അതൊക്കെ വേണം, വേണ്ടെന്നല്ല, അതൊക്കെ സ്നേഹത്തിന്റെയോ, ചിലപ്പോ സ്നേഹത്തിലായിരിക്കില്ല, നമുക്കുള്ള ആവശ്യങ്ങൾക്കായിരിക്കാം, ഇല്ലേ? ആമേൻ, സ്തോത്രം. നമ്മളെ വിഷയങ്ങൾക്ക് വിടുതലിനായിരിക്കാം. ദൈവത്തെ സ്നേഹിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന എങ്ങനെയാന്ന് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 വചനത്തിലുണ്ട്. അതും കൂടെ ഒന്ന് എടുത്ത് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഉപവസിക്കുന്നത് വേണം, വേണം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. മതി, വായിക്കാൻ മോനെ, വരട്ടെ. ആമേ, സ്തോത്ര. എന്താ പറഞ്ഞ? എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയോ കർത്താവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുകയോ അതെല്ലാം സ്നേഹം കഴിഞ്ഞിട്ട് സ്നേഹത്തിൽ നിന്ന് വരേണ്ട സാധനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന, ഉപവാസം, വചനധ്യാനം, ഇതെല്ലാം ദൈവത്തോടുള്ള സ്നേഹിക്കുന്നതിന്റെ സ്നേഹം കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം നമ്മൾ അവനെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? അവന്റെ കൽപ്പനകളെ അനുസരിക്കുക. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത വചനം വായിക്കാവോ? ഞങ്ങൾ സ്നേഹിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, അല്ലെ? എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അയ്യോ, ആ വചനം, അയ്യോ, എനിക്ക് ഇപ്പോഴും ആ വചനം എപ്പോ ഞാൻ വായിച്ചാലോ കേട്ടാലോ എനിക്ക് സ്വർഗത്തിൽ കയറി പോകാൻ തോന്നുന്നു. എന്റെ കർത്താവിനെ ഒന്ന് നേരിട്ട് കാണാൻ തോന്നും. ആമേ, സ്തോത്രം. ഞങ്ങൾ വന്ന് അവനോട് കൂടെ വാസം ചെയ്യോ. ആരായി ഞങ്ങൾ? ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ നമ്മുടെ അടുക്കലോട്ട് വരുമെന്ന്. ആരാണോ കൽപ്പന അനുസരിച്ചത് അവരുടെ അടുക്കലേക്ക് വന്ന് കൂടെ വസിക്കുമെന്ന്, വാസം ചെയ്യുമെന്ന്. നമ്മളിപ്പോ ഉപവസിക്കുകയല്ലേ? ആമേൻ, സ്തോത്രം. കർത്താവിനോടുകൂടെ വസിക്കുകയാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും. അപ്പൊ വാസം എന്ന് കർത്താവിനോട് വസിക്കാനാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവർ ദൈവ കൽപ്പന അനുസരിച്ചാൽ കിട്ടുന്ന അനുഗ്രഹം വർണ്ണിക്കാൻ കഴിയുന്നതല്ല കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഞാനും വല്ലാതെ ഇങ്ങനെ ആലോചിച്ച് അവസാനം ആത്മഹത്യയുടെ വക്കിലെത്തി. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക്, ആമേ, സ്തോത്രം, യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു പ്രവാചകൻ മാത്രമായിരുന്നു അന്ന്. കാരണം മദ്രസയിൽ ഞങ്ങൾ പഠിച്ചിരുന്നു, ഇസ്ലാം കാര്യം ഈമാൻ കാര്യം പഠിപ്പിക്കുമ്പോൾ ആമേൻ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു, എല്ലാ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കണം, എല്ലാ കിതാബുകളെ കൊണ്ടും വിശ്വസിക്കണം, എല്ലാ നബിമാരെ കൊണ്ടും വിശ്വസിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിശ്വാസം ഒന്ന് എൻ്റെ ഹൃദയത്തിലുണ്ട്. രണ്ട്, ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ആ മഠത്തിൻ നമ്മുടെ ക്രിസ്ത്യൻ സ്കൂളിൽ, സെന്റ് കുരറ്റി സ്കൂൾ നാലാഞ്ചിറ, ആ സ്കൂളിന്റെ അടുത്ത് തന്നെ അവരുടെ മഠവും സിസ്റ്റേഴ്സിന്റെ മഠവും പള്ളിയുമുണ്ട്. ഈ കുട്ടികളെല്ലാം പരീക്ഷ വരുമ്പോഴത്തേക്ക് 10 പൈസ 5 പൈസക്ക് അന്നത്തെ കാലത്ത് പിന്നെ ഇത് കാണിക്ക ഇട്ടിട്ട് കുരിശും വരച്ച് മുട്ടുമേ നിന്ന് പരീക്ഷയ്ക്ക് പാസ്സാക്കണമേ എന്ന് പറയുമ്പോൾ ഞാനും അവരെ കൂടെ പോകും പാസ്സാകാൻ വേണ്ടി. പക്ഷെ പൈസയൊന്നും ഒന്നും ഉണ്ടാവില്ല ഇടാൻ. എങ്കിൽ അവരോടൊപ്പം പോയി കുരിശും വരച്ച് ഞാനിങ്ങ് വരും. കാരണം പാസ്സാകാൻ വേണ്ടി മാത്രം. അവർ കുട്ടികളെ യേശോപ്പ എന്ന് വിളിക്കണം ഞാൻ കേട്ടത് കൊണ്ട് യേശോപ്പ എന്ന് വിളിക്കാനും എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അങ്ങനെ ആവശ്യമില്ല, വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വിളിക്കേണ്ട സമയം വരുന്നുണ്ട്, ഞാൻ പറയാം. ആമേ, സ്തോത്രം. അന്ന് ഈ എന്റെ പിതാവ് നല്ലൊരു മദ്യപാനിയായിരുന്നു, ചീട്ടുകളിക്കാരനുമായിരുന്നു. അതുകൊണ്ട് കുടുംബം ഭയങ്കര ദാരിദ്ര്യത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന എന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. ആമേ, സ്തോത്രം. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി, പ്രീ ഡിഗ്രിക്ക് മാർവാനിസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. 4th ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയാണ്. 2ാം വർഷം ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. സങ്കടത്തോടെ വിട പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പാസ്സായിരുന്നു. അപ്പോ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു വീട്ടില് പത്രം വരുത്താറുണ്ടായിരുന്നു. അവർ ഡെയിലി ഞാൻ അവിടെ പോയിട്ട് പത്രം നോക്കും. കാരണം ടൈപ്പ് റൈറ്റിംഗ് പാസ്സായിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ജോലി 83 84 നടക്കുന്ന 85 നടക്കുന്ന സംഭവം ഞാൻ എന്തെങ്കിലും പത്രം ജോലിക്കുള്ള എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ്
കാണുമെന്ന് കരുതി പത്രം ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ എനിക്ക് പറ്റിയൊരു ജോലിയൊന്നും കാണുന്നില്ല. പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ കാണാം, പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന്. എന്തോ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റേജിൽ കയറിയിട്ടില്ലാത്ത ഞാൻ എന്തും വരട്ടെ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അയച്ചു, മറുപടി വന്നു, പിതാവ് അത് കീറിക്കളഞ്ഞു. പിന്നെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് 1 ഇയർ അത് അവര് എങ്ങനെയൊക്കെയോ അത് അഡ്മിഷൻ വാങ്ങി തന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സിനിമയിൽ അഭിനയിച്ചു, പിന്നെ സീരിയലായി, പിന്നെ നാടകമായി. ഇങ്ങനെ കലാലോകത്ത് 2-3 വർഷക്കാലം കലാലോകവുമായി ബന്ധപ്പെട്ട് കർത്താവ് അയച്ചതാണ് കേട്ടോ. അതിന് പറഞ്ഞു തരാം. കലാലോകവുമായി ബന്ധപ്പെട്ട് സമ്പത്തെല്ലാം വന്നു തുടങ്ങി. വാടക വീട്ടിൽ നിന്നൊക്കെ മാറി സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് ഓല കൊണ്ട് ഷെഡ് ഉണ്ടാക്കി ഞങ്ങൾ താമസം മാറ്റി. സ്തോത്രം. ആ ഓല ഷെഡിലാണ് എന്റെ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് നമ്മെ രക്ഷിച്ചത്. അത് എങ്ങനെയെന്ന് വെച്ചാ, ഞാൻ 86-ൽ നല്ല നടിക്കുള്ള ഒരു അവാർഡ് വാങ്ങിച്ചൊരു ട്രോഫി എന്റെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല, കാരണം ഓല ഷെഡാണ്, ഒരു അലമാര ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ കൊണ്ടുവച്ചു. അവരവിടെ അലമാരയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 86-ല്. 88 ഡിസംബർ മാസം ക്രിസ്മസിനോട് ചേർന്ന് TV-യിൽ ഒരു ചെറിയ പ്രോഗ്രാം സ്കൂളുകാർ നടത്തുന്നുണ്ട്. പോത്തിഫറിന്റെ ഭാര്യ, ജോസഫ്, ഇവരെല്ലാവരും സ്കിറ്റ്. അപ്പൊ അതിനകത്ത് ബാക്കി എല്ലാ ആർട്ടിസ്റ്റിനെയും കിട്ടി, പോത്തിഫറിന്റെ ഭാര്യയുടെ വേഷം അഭിനയിക്കാൻ നടിയെ കിട്ടിയില്ല. പെട്ടെന്ന് അവരെന്റെ ട്രോഫി കണ്ടപ്പോ എന്നെ ഓർത്തു, എന്നെ വിളിക്കാൻ വന്നു. ഞാൻ പ്രോഗ്രാമിന് പോയിരിക്കാം. ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ ഉമ്മ പറഞ്ഞു, ഇങ്ങനെ സ്കൂളിൽ നാള് വന്നു, നിന്നെ തിരക്കി, നീ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴാ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്, എനിക്ക് വരാൻ പറ്റത്തില്ല, എന്റെ അനുജത്തിയെ ഞാൻ വിട്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അനുജത്തിയെ വിട്ടുകൊടുത്തു. എന്റെ പിതാവും അനുജത്തിയും കൂടെ റിഹേഴ്സലിന് പോയപ്പോ ഒരു സ്ക്രിപ്റ്റ് ഇതുപോലെ ഒരു പേപ്പർ, ഒരു സ്ക്രിപ്റ്റ് എഴുതിയത് കൊടുത്തു. പഠിക്ക, 3 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിനായി വിളിക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അനുജത്തി കൊണ്ടുവച്ച് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത് ഞങ്ങൾക്കൊപ്പം തന്നെ വസ്തു വാങ്ങിച്ച് ഷെഡ് കെട്ടി താമസിക്കുന്ന തന്നെ വേറൊരു ഫാമിലി, അതിലെ അമ്പി എന്ന് പറയുന്ന ഇവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്. ഇവര് അങ്ങോട്ട് വലിയ കൂട്ടായിരുന്നു. അപ്പൊ ഇവള് 2-3 ദിവസമായിട്ട് കാണാഞ്ഞിട്ട് അമ്പി വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അമ്പി പറഞ്ഞു, ശോഭി, ഇത് ഞങ്ങളുടെ ബൈബിളിലുള്ളതാണല്ലോ. എന്റെ അനുജത്തി ശോഭി പറഞ്ഞു, അല്ലല്ല, എന്റെ ചേച്ചി പഠിച്ച സ്കൂളിലെയാന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞു, ഇല്ല ശോഭി, ഇത് ഞങ്ങളുടെ ബൈബിളിലുള്ളതാണ്. ഇല്ല, ഇവർ രണ്ടും കൂടെ അങ്ങ് ഭയങ്കര തർക്കമായി. കാരണം നമ്മൾ ബൈബിൾ കണ്ടിട്ടുണ്ടോ? ബൈബിളിനകത്ത് എന്താണെന്നറിയോ? ബൈബിൾ കണ്ടിട്ടുണ്ട്. ഞായറാഴ്ച ദിവസം ക്രിസ്ത്യാനികൾ കൊണ്ടുപോകുന്നത് വഴിയിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കറുത്ത പുസ്തകം ഇതുപോലെ. അതിനകത്ത് എന്ത് ഭാഷയാന്ന് പോലും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ വായിച്ചിട്ടില്ല, തൊട്ടു നോക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാ, ഞങ്ങൾ തൊടത്തില്ല. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇവർ തർക്കമായപ്പോൾ എന്റെ അനുജത്തി പറഞ്ഞു, നീ പോയിട്ട് നീ ബൈബിൾ എടുത്തിട്ട് വാ. അങ്ങനെ ബൈബിൾ അമ്പി കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുത്ത ഭാഗം കാണിച്ചു കൊടുത്തു, വായിച്ചു കൊടുത്തു. അപ്പോൾ ഇവൾക്കത് വിശ്വാസമായി, സന്തോഷവുമായി. എന്നിട്ട് എന്റെ അനുജത്തി പറഞ്ഞു, ബൈബിൾ ഇവിടെ ഇരിക്കട്ടെ, 2 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പി അവിടെ കൊടുത്തിട്ട് പോയി. നോക്കണമേ, ബൈബിൾ നമ്മുടെ ഭവനത്തിൽ കയറിയ വഴി കണ്ടോ? അപ്പോൾ ഈ വഴിയല്ല എന്റെ പിതാവിനെ അവൻ ചീട്ട് കളിക്കാൻ വിട്ടതോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ദൈവം അനുവദിച്ചു വിട്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരുവൻ എന്താകുമെന്ന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവ് പേർ വിളിച്ചിരിക്കുന്നു എന്ന്, എന്താകുമെന്ന് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് സഭാപ്രസംഗി പറയുന്നുണ്ട് കേട്ടോ. സ്തോത്രം. യഹോവ കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലത് സംഭവിക്കുന്നെന്ന് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ യഹോവ കൽപ്പിച്ചിട്ടാ ഇതൊക്കെ സംഭവിച്ചത്. കാരണം അമ്മയുടെ ഉദരത്തില് എന്നെ ആക്കിയപ്പോ എന്നെ അന്നേ പേർ ചൊല്ലി വിളിച്ചു, നീ സുവിശേഷകയായി, നീ സദ്വർത്തമാനം പറയേണ്ടവളായി, സ്വർഗരാജ്യത്തിനിടിവിൽ നിൽക്കേണ്ടവളായി നിന്നെ ഞാൻ ഭൂമിയിലേക്ക് അയക്കുന്നു എന്ന് കൽപ്പിച്ചിട്ടുണ്ടാവില്ലേ? സ്തോത്രം. അപ്പോൾ അതിന് എന്നെ പിടിക്കാൻ വഴിയുണ്ടാക്കണമല്ലോ. ഈ ഡയറക്റ്റ് വന്നാൽ നമ്മൾ പിടികൊടുക്കത്തില്ല, നമ്മൾ ഓടിച്ചു വിടും. നിങ്ങൾ വേറെ ക്രിസ്ത്യാനികളോട് പോയി പറ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്കൊരു കിതാബുണ്ട്, ഞങ്ങൾക്കൊരു നബിയുണ്ട്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾക്കിത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു വിടുമെന്ന് സ്വർഗസ്ഥനായ പിതാവിന്, നമ്മുടെ കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് കർത്താവ് എന്തായി? ദാരിദ്ര്യത്തിലോട്ട് കൊണ്ടുപോയി. സ്തോത്രം. ഒടുവിൽ ഈ വട്ടം കറക്കി ഇതിലേക്കൊക്കെ. കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചിട്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല, എനിക്കത് അറിയത്തുമില്ല. അങ്ങനെയുള്ള ഞാൻ അവാർഡ് വാങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇതെല്ലാം മാത്രവുമല്ല, അങ്ങനെ ഒരു സ്കിറ്റ് അവർ ഉണ്ടാക്കാനും, പക്ഷെ ഇന്ന് വരെ സ്കിറ്റ് നടന്നിട്ടില്ല.
മൂന്നാം താമസം വിളിക്കാന്ന് പറഞ്ഞവർ വിളിക്കാൻ വന്നിട്ടില്ല. ആമേ സ്തോത്രം. നമ്മുടെ ബൈബിൾ വീട്ടിൽ വരാൻ വേണ്ടി ദൈവം ഒരു മുഖാന്തരം ഒരുക്കി. ആമേൻ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ എന്റെ അനുജത്തി ബൈബിൾ കണ്ടിന്യൂസ് വായിക്കാൻ തുടങ്ങി. അവൾക്ക് ഇത് രസകരമായി തോന്നിയിട്ട് അവൾ ഇത് കാരണം ഈ കഥ ആയിരിക്കും മുത്തോം എന്ന് വിചാരിച്ച് ഇവള് വായിക്കാൻ തുടങ്ങി. ഇവൾ അന്നോ പിറ്റെന്നോ ആണ് അവളൊരു സ്വപ്നം കണ്ടു. അവിടെയാണ് വഴിത്തിരിവ്. ഹല്ലേലൂയ. ഇവൾ കാണുന്ന സ്വപ്നം അവൻ വലിയൊരു പൂന്തോട്ടം, വർണ്ണിക്കാൻ കഴിയാത്തൊരു പൂന്തോട്ടം, ഭയങ്കര ഭംഗിയുള്ള പൂന്തോട്ടം. അവിടെ രണ്ട് സിസ്റ്റേഴ്സ് നിൽക്കുന്നു, ഇവൾ ഇപ്പുറത്ത് നിൽക്കുന്നു. ചെറിയൊരു അരുവി ഇവരെ രണ്ടിന്റെ ഇടയ്ക്കൂടെ ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. എന്നിട്ട് ഈ സിസ്റ്റേഴ്സ് പറഞ്ഞു, വരുന്നോ ഞങ്ങളുടെ കൂടെ? അപ്പോൾ ഇവള് പറഞ്ഞു, ആ വരുന്നു എന്ന് പറഞ്ഞ് അവര് കൈനീട്ടി പിടിച്ചു. ഈ അരുവിയിൽ കാലുകുത്തി അക്കരയ്ക്കോട്ട് കടന്നു. അത്രയ്ക്കുള്ള അരുവിയേ ഉള്ളൂ. വെള്ളം നല്ല തെളിച്ചമുള്ള വെള്ളം ഇങ്ങനെ ഒഴുകുന്നു എന്ന് അവള് പറഞ്ഞ്. എന്നിട്ട് കാലിൽ ചവിട്ടി അക്കരെ കയറി കണ്ണു തുറന്നു. പിന്നെ ഒന്നും കണ്ടില്ല. ഇവൾ ഉണർന്നു കഴിഞ്ഞപ്പോ എന്തെന്നില്ലാത്ത സന്തോഷം, എന്തെന്നില്ലാത്തൊരു സുഖം ഇവൾ അനുഭവിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവൾക്ക് മനസ്സിലായി, ബൈബിൾ വായിച്ചത് കൊണ്ട് ദൂതന്മാരാണ് എനിക്ക് വന്ന് ഇത് കാണിച്ചു തന്നത്. ഇത് സ്വർഗമാണ്, സ്വർഗത്തിലെ ദൂതന്മാരാ എന്നെ വിളിച്ചത് അവിടേക്ക് പോകാൻ എന്ന് പറഞ്ഞ് ഇവൾക്ക് ഭയങ്കര ആർത്തിയായി. ബൈബിൾ വീണ്ടും വായിക്കാൻ തുടങ്ങി. 1.5 മാസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർന്നു. ഈ 1.5 മാസത്തിന്റെ ഇടയിൽ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് മലയാളം വായിക്കാൻ അറിയാത്ത എന്റെ അമ്മ, ആമേൻ സ്തോത്രം, എന്റെ അനുജത്തി ഇത് വായിച്ചപ്പോൾ വിഗ്രഹാരാധന യഹോവ വെറുക്കുന്നു എന്നൊരു വചനം കണ്ടു. അപ്പോൾ എന്റെ പിതാവിന്റെയും വളർന്നു വന്ന എന്റെ ജ്യേഷ്ഠന്റെയും മദ്യപാനം മാറാനായി എന്റെ ഉമ്മ വിഗ്രഹാരാധനകൾക്കൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ചുറ്റുപാട് ഹിന്ദുക്കളൊക്കെയാ താമസിക്കുന്നത്. അവർ പറയുന്ന അനുസരിച്ച് എന്റെ ഉമ്മ അവിടെ, ഞങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെയാണ് ആൾക്കാരൊക്കെ അവിടെയൊക്കെ മുസ്ലിങ്ങൾ താമസത്തിനായിട്ട് വന്നത്. അങ്ങനെ നേർച്ച കാഴ്ചകളായി പോകുമായിരുന്നു. ഈ വചനം എന്റെ അനുജത്തി വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഉമ്മ തീരുമാനമെടുത്തു. ഒറ്റ വചനമേ വായിച്ചു കേൾപ്പിച്ചുള്ളൂ, ഒറ്റ വചനം. ബൈബിൾ 66 പുസ്തകവും പഠിച്ചിട്ട് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. ഹല്ലേലൂയ. ഒരു വചനമേ കിട്ടിയുള്ളൂ. അത് തീ കനല കെട്ടുകിടക്കുന്ന കരിക്കട്ടകളെ കത്തിപ്പിക്കുന്ന തീയ. ഹല്ലേലൂയ. സ്തോത്രം. ഉമ്മ തീരുമാനമെടുത്തു, ഇനി ഞാൻ വിഗ്രഹാരാധനയ്ക്ക് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും എന്റെ അനുജത്തി വായിച്ചപ്പോൾ ഒരു വചനം കൂടി, അവള് വചനങ്ങൾ കാണുന്നുണ്ട്, ഉമ്മക്ക് വായിച്ചു കൊടുക്കാൻ ഹൃദയത്തിൽ പ്രേരണ തരുന്ന വചനങ്ങളാ. രണ്ടാമതൊരു വചനം, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവന്റെ വേദനകൾ വർദ്ധിക്കും. ഇതും വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഉമ്മ വീണ്ടും തീരുമാനമെടുത്തു, പടച്ചവനെ എന്നോട് പൊറുക്കണമേ, ഞാനിനി അന്യ ദൈവത്തിന്റെ മുമ്പിൽ കൈനീട്ടത്തില്ല, പോകത്തില്ല, വിളിക്കത്തില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇത് കൂടാതെ വീണ്ടും അനുജത്തി ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ കേട്ടുകൊണ്ടിരിക്കും. ഇടയ്ക്കൊരു ദിവസം അവൾ ആ സന്ധ്യാസമയത്താണ് ഈ വായിക്കുന്നത്. സന്ധ്യാസമയത്ത് ഇവൾ എന്തോ തിരക്കിപ്പെട്ടു പോയി. എന്റെ ഉമ്മ പറഞ്ഞു, ഇവർ കേൾക്കാൻ ആർത്തിയായി. സ്തോത്രം. വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. എന്റെ ഉമ്മ അനുജത്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ആ ബൈബിൾ ഒന്ന് എടുത്തു വായിച്ച് കേൾപ്പിക്കാമോ? അത് വായിച്ച് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം മനസ്സിന് ഫീൽ ചെയ്യുന്നെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ദൈവവചനം വായിക്കുമ്പോ? അതാണ് പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവം സംസാരിക്കുന്നതാ കേട്ടോ. ദൈവത്തിന്റെ വചനം എത്ര വായിക്കുമോ അത്രയും മനസ്സുഖം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും കേട്ടോ. അതാണ് വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ വചനം കേൾക്കുമ്പോൾ എന്റെ ഉമ്മാക്ക് മനസ്സിന് വല്ലാത്ത സുഖം അനുഭവപ്പെടുന്നു. അങ്ങനെ കേട്ടോണ്ടിരുന്ന ഒരു ദിവസം ഇവരങ്ങ് ഇളകി, ഇവരിലുള്ള പിശാചങ്ങ് ഇളകി. സ്തോത്രം. അവിടെ വേണ്ട ബഹളമെല്ലാം ചെയ്തു. എന്റെ അനുജത്തി മാത്രമേ ഉള്ളൂ, ഉമ്മായി മാത്രമേ ഉള്ളൂ. തൊട്ടിപ്പുറത്ത് ഞങ്ങൾ 4 പേര് കൂടി ചേർന്ന് വാങ്ങിച്ച ഒരു വസ്തുവാ. ഈ തൊട്ടിപ്പുറത്തൊരു വിശ്വാസി ചേച്ചിയുണ്ട്, ഷാരോൺ ചർച്ചിൽ അന്ന് പോകുന്ന, ഇപ്പോഴും അതെ. ലളിത ചേച്ചി എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചിട്ടില്ല, അമ്മ മരിച്ചു, അപ്പൻ മരിച്ചു, ചേച്ചി തനിയെ താമസിക്കുകയാണ്. ആ ചേച്ചി അന്ന് ഞങ്ങൾക്ക് മതിൽ കെട്ടൊന്നുമില്ല, ഓടി ഇപ്പുറത്ത് വന്ന്, ചേച്ചി പോലെ ഷെഡ് അന്ന് ഓടി വന്നിട്ട് എന്റെ അനുജത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ശോഭി നീ പേടിക്കണ്ട, യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ആമേൻ, സ്തോത്രം. ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില ഞങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരികയാ, അത് വെളിപ്പെട്ടു വരികയാ. യേശു ക്രിസ്തു രക്തം ചിന്തിയത് എന്തിനു വേണ്ടിയാ? നമുക്കൊന്നും അന്ന് അറിയില്ലല്ലോ. മാത്രമല്ല, ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്നാ. എന്നാൽ ഖുർആൻ പഠിച്ചു നോക്കിയാൽ ക്രൂശിക്കപ്പെട്ടു എന്ന് തെളിവുള്ള വചനങ്ങൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് തെളിയുന്ന, ഉയർത്തെഴുന്നേറ്റു എന്ന് തെളിയുന്ന വചനങ്ങൾ ഖുറാനിൽ കിടപ്പുണ്ട്. ആമേ, സ്തോത്രം. ആമേ, ഞാൻ പറഞ്ഞു വന്നത്, ആമേ, ഉമ്മ ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നപ്പോൾ ചേച്ചി വന്ന് ഇങ്ങനെ കയ്യെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടയില് ആമേൻ, ഉമ്മ അലറി കൂവി വിളിച്ചിട്ട് പറഞ്ഞ എങ്ങനെ എന്താണെന്നറിയോ? അയ്യോ, ഇത് തീയാണേ, ഇത് തീയാണേ, ഞാൻ പോയിക്കൊള്ളാം എന്ന് അലറി കൂവി വിളിച്ചിട്ട് ആ ബൈബിളിലോട്ട് കമഴ്ന്നു വീണു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് വചനം തീയാണെന്ന് എന്റെ ഉമ്മാക്ക് അറിഞ്ഞൂടാ. പിശാചിനറിയാമായിരുന്നു. ഒന്നും രണ്ടും പിശാചല്ല കേട്ടോ ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നത്, ലഘുവാനും അല്ല, എത്രയോ ലഘുവാന്മാരായിരുന്നു എന്നറിയോ? കാരണം വില കൊടുത്ത് വാങ്ങിച്ചതുകൊണ്ട്. ആട് കൊടുത്തിട്ടുണ്ട്, കോഴി കൊടുത്തിട്ടുണ്ട്, പൊങ്കാല കൊടുത്തിട്ടുണ്ട്, ആൾരൂപം കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ പട്ട് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ കൊടുക്കാമോ അതെല്ലാം പല ഇടങ്ങളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്റെ ഉമ്മ. അപ്പൊ അവിടെ നിന്ന് വന്ന എല്ലാം ഇല്ലേ, വില കൊടുത്ത് വാങ്ങിച്ചാണ്. ഇത് കൂടാതെ നമുക്ക് ഉണ്ടായ കുടുംബത്തിലെ, എന്റെ ഉമ്മക്കുണ്ടായ കുടുംബശത്രുക്കളുണ്ട്, അവര് വിളിച്ചു വിട്ടതുകൊണ്ടേ, ക്ഷുദ്രം ചെയ്തതൊക്കെ, നേർച്ച കാഴ്ച ചെയ്ത് അവര് വിളിച്ചു വിട്ടതുണ്ട്. വന്നു കയറിയ കുറെ എണ്ണങ്ങളുണ്ട്. നമ്മുടെ പോക്കും വരവും ഒക്കെ ഇല്ലേ, നമ്മൾ ദൈവമെന്ന് ഓർത്ത് നമ്മൾ ദൈവത്തെ ദൈവം പോലെ ഇതല്ല. നമ്മൾ ദൈവത്തിന്റെ വചനപ്രകാരം അല്ലല്ലോ എല്ലാവരും ജീവിക്കുന്നേ. കള്ളൂടി ഒരു വശത്ത് കിടപ്പുണ്ട്, ആമേൻ, വിഗ്രഹാരാധന ഒരു വശത്ത് കിടക്കണം. അപ്പൊ എന്താ സംഭവിച്ചേ? വന്നു കയറിയ കുറെ എണ്ണം ഉണ്ട്. അപ്പോൾ കാക്കക്കുട്ടി കല്ലിട്ട മാതിരിയാ. ഒരാള് മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞ രണ്ടാം പ്രാവശ്യം വഴക്ക. അതുപോലെ പ്രശ്നങ്ങളായിരുന്നു നമ്മുടെ ഭവനത്തില്. ആമേൻ, സ്തോത്രം. അയ്യോ, ഇത് തീയാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് പിശാച് പോകണമെങ്കിൽ ഈ വചനത്തിന്റെ ശക്തി എത്രമാത്രം വലുതാ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എന്റെ വചനത്തെക്കുറിച്ചാ. എന്റെ ബൈബിളിന്റെ വചനത്തെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അതുപോലത്തെ പ്രവൃത്തിയാ ഞങ്ങളുടെ കുടുംബത്തിൽ ക്രിസ്തു ഇറങ്ങി പ്രവർത്തിച്ചത്. നിങ്ങൾ വചനം കേൾക്കാനിരിക്കുവാണോ സാക്ഷ്യം കേൾക്കാനിരിക്കുവാണോ? രണ്ടും ഞാൻ പറയും. നിങ്ങൾ വിഷമിക്കേണ്ട. വചനം കേൾക്കാൻ ആർത്തിയോടെ ഇരിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. എന്റെ സാക്ഷി എനിക്കല്ലേ പറയാൻ പറ്റൂ. ആമേൻ. വചനം വേറെ ദൈവദാസന്മാരും ദാസിമാരും വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ. ആമേൻ. എങ്കിലും ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറയാം കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാളെ ഞാൻ മരിച്ചുപോയി ഇതാര് പറയും? പിന്നെ നിങ്ങൾക്ക് കേൾക്കാം, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അവരോട് ആ യൂട്യൂബിൽ കിടക്കുന്നത് വേറൊരു കൂട്ടായ്മ പറഞ്ഞതാ. അന്ന് അവിടെ വന്ന ജനത്തിന് വേണ്ടി പറഞ്ഞതാ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ജനത്തിന് വേണ്ടി പറയുന്നതാ. അവിടെ ചിലത് ഇവിടെ പറഞ്ഞ പലതും അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം 36 വർഷത്തെ അനുഭവം പറയാനില്ലേ. 36 മിനിറ്റ് കൊണ്ടോ 36 മണിക്കൂർ കൊണ്ടോ പറഞ്ഞാൽ തീരുവോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ജനത്തിന് എന്താണ് ആവശ്യം അതായിരിക്കും ആമേൻ കൂടുതൽ ഊന്നി പറയാൻ ദൈവം പ്രേരണ തരുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങൾക്കുള്ള ദൂതാ. ആമേൻ, സ്തോത്രം. നിങ്ങളെ ആശ്വസിപ്പിക്കുവാന്, നിങ്ങളെ ബലപ്പെടുത്തുവാന്, പുതിയ തീരുമാനങ്ങൾ എടുക്കുവാന്, നിങ്ങളെ ശക്തീകരിക്കുവാന്, ആമേൻ, ക്രിസ്തു ആരെന്ന് ഒന്നും കൂടി അടുത്തറിയുവാനും ഇടയായി തീരും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഉമ്മ, എന്റെ അനുജത്തി, അപ്പൊ ഈ ചേച്ചി പിറ്റേന്ന് രാവിലെ അന്ന് എല്ലാ ദിവസവും സന്ധ്യക്ക് ഈ ലളിത ചേച്ചി അവിടെ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ഞങ്ങൾ 1.5 വർഷമായി അവിടെ വസ്തു വാങ്ങിക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിട്ട് എല്ലാ ദിവസവും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരുടെ ഞാനവിടെ മിക്കവാറും സന്ധ്യാസമയം ഇല്ല. ഞാൻ മിക്കവാറും രാവിലെ വെളുപ്പിനെ വന്നിട്ട് ഉച്ചയ്ക്ക് മുമ്പ് പോവും. ചിലപ്പം 3-4 ദിവസം ഒരാഴ്ച കഴിഞ്ഞായിരിക്കും വരണേ. അപ്പൊ എന്റെ അനുജത്തി അവിടെയുണ്ട്. ഇവളിത് കേട്ടിരുന്നില്ല. അതടച്ചു വച്ചിരുന്നു, മറച്ചു വച്ചിരുന്നു സാത്താൻ. പക്ഷേ ഇവിടെ വിടുതൽ കിട്ടിയ സന്ധ്യാസമയം ചേച്ചി അവിടെ പാടിയ പ്രാർത്ഥനയും പാട്ടും രാവിലെ അവൾ അന്നേരം തന്നെ അവളെ ഹൃദയത്തിൽ അത് കയറി തറച്ചു. പിറ്റേന്ന് അവളെ ചെവിയും തുറന്നു,
ഹൃദയവും തുറന്നു എന്ന അർത്ഥം. പിറ്റേന്ന് രാവിലെ ചേച്ചിയെ കണ്ട് പറയാ, ആമേ അന്ന് നമുക്ക് ലൈറ്റ് ഒന്നും ഇല്ല, ചിമ്മിനി വിളക്കാ, അപ്പൊ ഭയങ്കര കൂരിരുട്ടാ. ഒരു വയലൊക്കെ വാങ്ങിച്ച നമ്മള് അത് ഷെഡ് കെട്ടി താമസിക്കുന്നേ, കുറച്ചു ഉള്ളിലോട്ടാ, ലൈറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ. ചിലപ്പോൾ കള്ളന്മാരൊക്കെ ഇതുള്ളതുകൊണ്ട് രാത്രി ഒന്നും അങ്ങനെ അധികം നമ്മൾ പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല അന്ന്. പറഞ്ഞു വന്നത് അന്ന് തന്നെ ചേച്ചിയോട് അവള് ചോദിച്ചേനെ. പിറ്റേന്ന് രാവിലെ ചേച്ചിയോട് പറയാ, ചേച്ചി ഇന്നലെ സന്ധ്യക്ക് വൈകുന്നേരം നീ പാടിയ പാട്ടുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കുറിച്ചുള്ള പാട്ടാ കേട്ടോ. ആമേ സ്തോത്രം. അതിനെന്താ ശോഭി, സന്ധ്യ ആവുമ്പോ നീങ്ങി പോര്, പാട്ടും പഠിപ്പിക്കാം പ്രാർത്ഥനയും പഠിപ്പിക്കാം. അങ്ങനെ എന്റെ അനുജത്തി സ്ഥിരം അവിടെ സന്ധ്യക്ക് പോവാൻ തുടങ്ങി. അവള് പ്രാർത്ഥനക്കാരിയായി മാറി. ആമേൻ. കൂട്ടത്തിൽ ഉപവാസ പ്രാർത്ഥന നടന്ന അവരുടെ ചർച്ചില് ആമേൻ എന്റെ അനുജത്തിയെ കൊണ്ടുപോയി. എവിടുന്നോ വന്ന ദൈവദാസൻ ആമേൻ അവളെ തലേ കൈവച്ചു ദൂത് പറഞ്ഞു. വീട്ടിലുള്ള സർവ ആമേൻ വിഷയങ്ങളും അവളുടെ വിഷയങ്ങൾ അവർ ഹൃദയത്തിൽ കൂടെ കടന്നുപോയത് ഒക്കെ പറഞ്ഞപ്പോ അവളുടെ പിടിവിട്ടുപോയി. ആമേൻ. അവൾ ദൈവത്തെ മുഖാമുഖം കണ്ടതുപോലെ അവൾക്ക് നിർത്താൻ പറ്റാതെ കൈയടിക്കുന്നു, സ്തോത്രം പറയുന്നു, കരയുന്നു. ആമേൻ. ദൈവം അവളെ തൊട്ടു. ശരിക്കും അവൾ ആള് മാറിയതുപോലെയായി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ പ്രോഗ്രാമിന് വരുന്നു പോന്നു 3 മാസം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എന്റെ ഉമ്മ പാറട്ടൂൺ എന്ന് പറയുന്ന സ്ഥലത്ത് സരസ്വ ആന്റിയും കുഞ്ഞമ്മാന്റിയും രണ്ടുപേര് വെള്ളിയാഴ്ച ശനിയാഴ്ച നടത്തുന്ന പ്രാർത്ഥനകളില് കുഞ്ഞമ്മാന്റി വിളിച്ചു. അവർ പോയി അവിടെ ഇങ്ങനെ മദ്യപാനികളുടെ ഭാര്യമാര്, അമ്മമാര്, സഹോദരിമാര്, മക്കളൊക്കെ കൂടുന്ന സഹോദരിമാരുടെ മീറ്റിംഗ്. അവർ നിറയെ സഹോദരിമാരുണ്ട്. ശക്തമായ പ്രാർത്ഥനയും സാക്ഷ്യവും ഒക്കെ കേട്ട് എന്റെ ഉമ്മായും ആമേൻ ഒരു വിശ്വാസിയായി മാറി. ഈ 3 മാസം കഴിഞ്ഞപ്പോ ഇതിന്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചു. പക്ഷെ അല്പം കൂടി ക്ഷമിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് മാറി. ആമേൻ. 3-ാമത്തെ ദിവസം, ഉറപ്പിച്ച ദിവസം, അന്ന് 1989 മാർച്ച് മാസം 8-ാം തീയതി സന്ധ്യാസമയത്ത് എന്റെ ഭവനത്തിന്റെ ഉമ്മറപ്പത്തിരിക്കുമ്പോ ആമേൻ അവരിൽ പൊളിഞ്ഞൊരു സോഫയാണ് അവിടെ ഇരുന്ന ഞാൻ ഇങ്ങനെ പറഞ്ഞു. അന്ന് തീരുമാനിച്ചു, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തോട് വിട പറയും. രാവിലെ എണീക്കുമ്പോൾ ഞാനിവിടെ ജീവനോടെ ഉണ്ടാവില്ല. തീരുമാനിച്ചുറച്ചു. അതിൽ നിന്ന് ഒരു അംശം പോലും മാറ്റമില്ല. അങ്ങനെ മുഖം വാടിയിരിക്കുമ്പോൾ ഞാൻ ഇതും കൂടെ പറഞ്ഞു, അല്ലാഹുവേ നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? കുട്ടിക്കാലം മുതൽ കണ്ണുനീര് മാത്രമല്ലേ നീ എനിക്ക് തന്നുള്ളൂ. കളിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായത്തിൽ കുടുംബഭാരം എന്റെ മേൽ വെച്ചു തന്നു. ഞാൻ അവരെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എനിക്ക് ഭവനത്തിൽ സമാധാനമില്ല, പ്രോഗ്രാമിന് സമാധാനമില്ല, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ദേഹത്ത് നീര് വരുന്നു, നടുവിന് വയ്യ, വീണതിന്റെ ഒരു കേടാണ്. ദിവസം കഴിയുന്തോറും ഇങ്ങനെ നടുവിന് നീര് കയറി എനിക്ക് വല്ലാത്ത അവസ്ഥകൾ വന്നുകൊണ്ട് എനിക്ക് ജീവിക്കണ്ട. ഈ ജീവിതത്തെക്കാൾ നല്ല നരകം തന്നെ. കാരണം ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ പോകുന്ന എനിക്കറിയാം. ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് ഈ ജീവിതം വേണ്ട. ഇതിനേക്കാൾ നല്ല നരകം തന്നെ. ഞാൻ പോവുകയാണ് എന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ മുഖം വാടിയിരിക്കുന്ന എന്റെ ഉമ്മ കണ്ടു. എന്നിട്ട് എന്റെ ഉമ്മ എന്താ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നോണ്ടാണ്, സോറി. ആമേൻ. സ്തോത്രം. എന്റെ ഉമ്മ ഈ മുഖം വാടിയിരിക്കുന്ന കണ്ടിട്ട് ഇതുപോലൊരു ബൈബിൾ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ നടുവേദന മാറും, ഈ ബൈബിൾ എടുത്തൊന്ന് വായിക്ക്. ഈ കിട്ടിയ വിശ്വാസം ആ സഹോദരിമാരുടെ മീറ്റിങ്ങിന് പോയി അവിടെ രോഗികൾ സൗഖ്യമായ സാക്ഷ്യങ്ങൾ കേട്ട എന്റെ ഉമ്മയിൽ വിശ്വാസം വർദ്ധിച്ചത്. അതാ എനിക്ക് പകർന്നു തന്നത്. ബൈബിൾ തന്നിട്ട് പെട്ടെന്ന് അകത്തേക്ക് പോയി. ഏതായാലും ആത്മഹത്യ ചെയ്യാനിരിക്കുക, മരിക്കാനിരിക്കുക. ആമേൻ. മാത്രമല്ല നമ്മുടെ നബിയാണല്ലോ. ആമേൻ. സ്തോത്രം. അത് വിശ്വസിക്കണമെന്നാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് എന്തായാലും മരിക്കാൻ പോണം. ആമേ. ഒന്ന് വായിച്ചിട്ട് മരിക്കാം എന്ന് കരുതി ബൈബിൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ എടുത്ത് തട്ടിക്കളയുമെന്ന് ഉമ്മ വിചാരിച്ചു എന്ന് തോന്നുന്നു. ഞാനത് സ്വീകരിച്ചു. ഞാൻ ഉമ്മ അകത്തേക്ക് പോയല്ലോ. ഞാൻ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. ഒരു 100 ചോദ്യമുണ്ട്. എല്ലാം കൂടെ ഒരൊറ്റ ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചു, യേശുപ്പാ ഞാൻ എന്ത് എന്ന് ഞാൻ അറിയുന്നില്ല. കാരണം മരിക്കണോ ജീവിക്കണോ നാടുവിട്ട് ഒന്നും എനിക്ക് എല്ലാം കൂടി ചേർത്ത് ഞാൻ എന്തെന്ന് അറിയുന്നില്ല. പറഞ്ഞിട്ട് ബൈബിൾ തുറന്നു. കിട്ടിയത് യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം. ഞാൻ ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോ പച്ച മലയാളം. ഞാൻ വിചാരിച്ചു ഖുർആന്റെ അർത്ഥം വേറെ ഗ്രഹിക്കണമല്ലോ. അതുപോലത്തെ ഏതോ ഗ്രന്ഥമെന്നാ വിചാരിച്ചേ. മലയാളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
വായിച്ചു വന്നപ്പോൾ 4-ാം വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. പ്രൈസ് ദി ലോർഡ്. നീ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ ദൈവം നേരിട്ട് എന്നോട് സംസാരിച്ചതായി എനിക്ക് ഫീലായി. ഹല്ലേലൂയ. എത്രയോ ടൺ ഭാരം എന്റെ ഹൃദയത്തിൽ നിന്ന് ഒറ്റ നിമിഷം കൊണ്ട് അലിഞ്ഞുപോയി. ആമേൻ. ആ 4-ാം വാക്യം വായിച്ചപ്പോൾ എന്റെ ഭാരം മുഴുവൻ നീങ്ങിപ്പോയി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അതിശോക്തി അല്ല പറയുന്നത്, എന്റെ അനുഭവമാ ഞാൻ പറയുന്നേ. ഒരു വചനം കൊണ്ടും ഒരു മനുഷ്യനെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും എന്ന് ഞാൻ പറയുക. ഹൃദയത്തിന്റെ എത്ര വേദനയായാലും, എത്ര നിരാശയാണെങ്കിലും, എന്തെല്ലാം തലകൂടി മലമറിഞ്ഞു വരുന്നു എന്നൊക്കെ പറയൂലേ നമ്മള്, എന്തെല്ലാം വന്നാലും അതൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറ്റിത്തരുവാൻ ഒറ്റ വചനത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് വായിച്ചാലല്ലേ അറിയൂ, വായിച്ചില്ലെങ്കിൽ എങ്ങനെ ഗ്രഹിക്കും? കേട്ടാലല്ലേ കഴിയൂ, കേൾക്കാൻ എങ്ങനെ കഴിയും? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട. 36-37 വർഷമായി. ഭയപ്പെടാൻ ഒരുപാട് വിഷയങ്ങൾ വന്നു. ലജ്ജിച്ചു പോകുമെന്ന് കരുതിയ സ്ഥാനങ്ങളുണ്ട്, ഭയപ്പെട്ടു പോകുമെന്ന് കരുതിയ സ്ഥാനങ്ങളുണ്ട്. കർത്താവ് സമ്മതിച്ചില്ല കേട്ടോ, വിട്ടുകൊടുത്തില്ല കേട്ടോ. കർത്താവ് പറഞ്ഞ് ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. നിങ്ങളോട് ഞാൻ പറയാ, കർത്താവിന്റെ നാമത്തിൽ പറയാ, നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണോ, കർത്താവിനെ നോക്ക്, കർത്താവിനെ നോക്ക്, കർത്താവിനോട് ചാര്. ആമേൻ. സ്തോത്രം. കർത്താവിനെ മുറുകെ പിടിക്ക്. അവനാ നമ്മുടെ സഖി, അവനാ നമ്മുടെ ഭർത്താവ്. അതിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകപരമായ ഭർത്താവോട് ഇരുന്നോട്ടെ, അവർക്കുള്ള ബഹുമാനവും സ്നേഹവും എല്ലാം നിങ്ങൾ കരുതലും കൊടുക്കണം. പക്ഷേ നമ്മൾ ഒറിജിനൽ കർത്താവ് നമ്മുടെ ഭർത്താവായിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ. ഭർത്താവ് മിണ്ടിയില്ലെന്ന് പരാതി പറയാൻ പറ്റത്തില്ല. ഭർത്താവ് പിണങ്ങിയിരിക്കുന്നെന്നോ നമ്മളെ വേണ്ടും പോലെ നോക്കിയില്ലെന്നോ പരാതി പറയാൻ പറ്റത്തില്ല. ആമേൻ. നമ്മുടെ കൂട്ടാളിയാണ്. ആമേൻ. അവരിനി സഹിച്ചില്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവില്ലേ, ഒരു കർത്താവില്ലേ. ഹല്ലേലൂയ. യെശയ്യാ 54 പറഞ്ഞിരിക്കുന്ന വാക്കാ ഞാൻ പറയുന്നത്, സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. അത് പറയാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ദൈവാത്മാവ് അങ്ങനെ പ്രേരിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയാം, ഭർത്താക്കന്മാരെ കുറിച്ച് ആരെങ്കിലും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ ക്രിസ്തുവിനെ ഭർത്താവായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സൃഷ്ടാവിനെ, സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. വല്ല ഭാരമുണ്ടോ? 24 hours കൂടെ വരുന്നവല്ലേ, ആശ്വസിപ്പിക്കുന്നവൻ, മാർവിൽ ചാരാം, സ്വാതന്ത്ര്യമുണ്ട് എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. അടുക്കളയിൽ നിൽക്കുമ്പോ ഒരു നല്ല വാക്ക് പറഞ്ഞു തരാൻ ഒന്ന് നീ കഷ്ടപ്പെടുന്നോ? ഒത്തിരി നേരമായാലോ അടുക്കളയിൽ നിന്ന് കാലൊക്കെ കഴിക്കുന്നുണ്ടോ? ഷോൾഡർ പെയിൻ ഉണ്ടോ? ആമേ സ്തോത്രം എന്ന് പറഞ്ഞ് ഒന്ന് ആരെങ്കിലും ഒന്ന് വർത്തമാനം പറയാൻ വന്ന് നിന്നാ മതി എന്ന് ചിന്തിക്കുന്നുണ്ടോ? കർത്താവുണ്ട്, കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഭാരം മാറിയില്ലേ? ഭാരം മാറിയില്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇങ്ങോട്ട് സ്നേഹം പിടിച്ചു വാങ്ങണ്ട, അങ്ങോട്ട് ധാരാളം കൊടുത്തു നോക്ക്, കൊടുത്തു നോക്ക്. ഇങ്ങോട്ട് തന്നില്ലേ, വേണ്ട, കൊടുക്ക്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ അപ്പം വെള്ളത്തിന്മേലെറിയാ, അതേറെ നാൾ കഴിയും തിരിച്ചു കിട്ടും. നമ്മൾ ഇന്ന് സ്നേഹം നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ സ്നേഹം കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. 10 മടങ്ങ് കിട്ടും, 10 മടങ്ങ് കിട്ടും. പിന്നെ ഈ ബന്ധവും സ്വന്തവും ബന്ധനങ്ങളും സ്വന്തങ്ങളും ഒക്കെ കലറ വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഭർത്താവും കുട്ടിയും അമ്മയും അപ്പനും ഒന്നും ഈ ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കള് മാത്രമാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ആസ്വദിക്കാനും നമുക്കൊരു കൂട്ടായ്മയ്ക്കും വേണ്ടിയാണ് കൂട്ടാളികളെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ തരുന്നത്. ഇവിടെ നമുക്കൊരു ഒരു ഒരു കൂട്ടായ്മ വേണമല്ലോ. ഒറ്റയ്ക്ക് ജീവിക്കുന്ന നല്ലതെന്ന് കർത്താവ് തന്നെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അമ്മയുണ്ടാവും, അപ്പനുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും, മരുമക്കളുണ്ടാവും, കൊച്ചുമക്കളുണ്ടാവും. അവരെ അവരുടേതായ സ്ഥാനങ്ങളിലും മാനങ്ങളിലും ആമേ സ്തോത്രം. ചിലരുണ്ട് കല്യാണം കഴിച്ചു മക്കളുണ്ടാവുന്നവരെ ഭയങ്കര സ്നേഹമായിരിക്കും. മക്കളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് ഭാര്യ വലിയ ഇതുണ്ടാവൂല. ചിലര് തിരിച്ചു, ഭാര്യമാര് ഭർത്താക്കന്മാരോട് വലിയ സ്നേഹം കൊടുക്കൂല.
ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കണം, ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹം ഭർത്താവിന് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം മക്കൾക്ക് കൊടുക്കണം, മരുമക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്ക് അപ്പൊ തന്നെ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്കും കൊടുക്കണം. കെട്ടിച്ചു വിട്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ സ്നേഹം എടുത്ത് ഭർത്താവിന് കൊടുക്കരുത്. അത് ഭർത്താവിന്റെ സ്നേഹം ഭർത്താവിന്, അമ്മയുടെ സ്നേഹം അമ്മയ്ക്ക്, അപ്പന്റെ സ്നേഹം അമ്മയ്ക്ക്. അപ്പൊ ഇതിനിടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അവരവർക്ക് കൊടുക്കേണ്ട സ്നേഹം നിങ്ങൾ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കും. നമുക്ക് ഇങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി 6-ാം വാക്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ സമയം ഓടിപ്പോകാം. അല്ലെ, 6-ാം വാക്യം പറയുന്നു, ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. നോക്ക് ദൈവമക്കളെ, ഞാൻ പലപ്പോഴും ഇപ്പോഴും ചിന്തിക്കുന്ന കാര്യമാ. 36-37 വർഷമായി ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്ന വിഷയ, എനിക്ക് വേണ്ടി എഴുതി വെച്ചതാണോ ഈ അധ്യായം ജീസസ്? നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഈ വാക്യം കണ്ടിട്ടുണ്ടോ? 66 പുസ്തകത്തിൽ ഞാൻ കണ്ടില്ല. ഞാൻ 1000 അല്ല, ഞാൻ ഒരുപാട് പ്രാവശ്യം ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഈ വാക്യം വേറെ എവിടെയും കണ്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സൂചന തരണേ. എന്റെ കണ്ണിപ്പെടാതെ പോയതാണോ എന്ന് അറിയത്തില്ലല്ലോ. ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ ബൈബിൾ കിട്ടുന്നതിന് 2 മിനിറ്റ് മുമ്പ് എന്താ ഞാൻ ചോദിച്ചേ? ദൈവമേ, നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ? നീ എന്തിനാ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? ബൈബിൾ കയ്യിലെടുത്തപ്പോ ഞാൻ പറഞ്ഞ വാക്യം എന്താ? ഞാൻ എന്തെന്ന് ഞാൻ അറിയുന്നില്ല. സ്തോത്രം. ഈ 2 കാര്യത്തിനും ഉത്തരം 6-ാം വാക്യത്തിലുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട് എല്ലാരും ഉണ്ട് കേട്ടോ, ആരും എന്നെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ വീട്ടുകാരെ മുഴുവൻ നോക്കുന്ന ഞാനാ അവിടുത്തെ അപ്പനും അമ്മയും അല്ല. എന്റെ അപ്പനും അമ്മയ്ക്കും എല്ലാം ഞാനാ. എല്ലാരെയും പോറ്റി പുലർത്തുന്ന ഞാനാ. അപ്പോ എല്ലാരും എന്നെ കൈവിട്ട പോലെ ഞാൻ എല്ലാരും ചേർത്ത് പിടിച്ചിരിക്കുക. എന്റെ കണ്ണുനീര് കാണാൻ ആരുമില്ല. എന്റെ തലയണയും ദൈവം കണ്ടോണ്ടിരിക്കുന്നു. അന്ന് ഞാൻ ദൈവം കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ദൈവം കണ്ടോണ്ടിരിക്കുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കണ്ണുനീര് കാണുന്ന ആരും കാണണ്ട, അമ്മ കാണണ്ട, അപ്പൻ കാണണ്ട, ഭർത്താവ് ആരും കാണണ്ട. ദൈവം കാണുന്നുണ്ടോ? മതി. അവനല്ലേ നമ്മെ സമാധാനിപ്പിക്കേണ്ട ദൈവം, അവനല്ലേ നമുക്ക് സ്നേഹം തരേണ്ട ദൈവം, അവനല്ലേ നമുക്ക് ആശ്വാസം തരേണ്ട ആശ്വാസദായകൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ തീ കത്തണം. 39 സങ്കീർത്തനം പറയുമ്പോൾ നമ്മൾ ധ്യാനിക്കണം, നമ്മൾ വചനം ധ്യാനിക്കണം, ക്രിസ്തുവിനെ ധ്യാനിക്കണം. സ്തോത്രം. വചനം ധ്യാനിക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കണം. ഏത് ചൂട്? മറ്റുള്ളവരോട് എതിർത്ത് നിൽക്കാനുള്ള ചൂടല്ല, നമ്മളിലുള്ള ആത്മാവിന്റെ ഒരു ചൂട് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ശത്രു ചിതറിപ്പോകും. ആരും ഓടിക്കാതെ ശത്രു ഓടിപ്പോകും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് തീ കത്തിയാൽ നാം നാവെടുത്ത് സംസാരിക്കും. എന്ത് സംസാരിക്കും? ദൈവത്തിന്റെ വചനം സംസാരിക്കും. ദൈവത്തിന്റെ അധികാരത്തോട് പോ പിശാച്, യേശുവിന്റെ നാമത്തിൽ എന്നെ തകർക്കാൻ നിനക്ക് കഴിയയില്ല. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു നാഥൻ തകർക്കപ്പെട്ടു. അവന്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് അവൻ നമ്മെ വീണ്ടെടുത്ത് അവന്റെ മക്കളാക്കി തീർത്തു. ഹല്ലേലൂയ. ഇനി സാത്താനെ, നിന്റെ അടിമയല്ല ഞങ്ങൾ, നിനക്കിനി ഞങ്ങളെ തകർക്കാൻ കഴിയയില്ല. നിന്നെ ഓൾറെഡി കർത്താവ് തകർത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. അധികാരത്തോടുകൂടെ പറയണം. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. ഹൃദയത്തിൽ വല്ലതും വേണ്ടേ വായി സംസാരിക്കാൻ? ഹൃദയത്തിൽ എന്താ ഉള്ളത്? അതേ വായിൽ വരുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ മഹത്വവും ദൈവാത്മാവിന്റെ ശക്തിയും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും നമ്മുടെ വായിലൂടെ പുറത്തു വരുന്നത്. അത് ആരോട് സംസാരിച്ചാലും. ആമേ സ്തോത്രം. ഞാൻ അതിന്റെ ഇടയ്ക്ക് കയറി പറയാ, ആമേ സ്തോത്രം, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ തയ്യൽ പഠിക്കാൻ പോയി. ഞാൻ ലോൺ എടുത്തൊരു തയ്യക്കടയിട്ടു. ഞാൻ സന്ധ്യയാകുമ്പോഴത്തേക്ക് തയ്യൽ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് അവർ ഷട്ടർ അടച്ച് പൊയ്ക്കോളാൻ പറയും, രാവിലെ ഒന്ന് തുറക്കാൻ പറയും. എന്നിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും. ഒരു 5 മണി സമയമൊക്കെ ആവുമ്പോൾ, ചിലപ്പോൾ നേരത്തെയും പോയി നിൽക്കും. 4 മണിക്ക് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും. അവിടെ സഹോദരിമാര് വരുന്നതും കാത്തു നിൽക്കും. ചിലപ്പോൾ ഓൾറെഡി അവിടെ സഹോദരിമാരുണ്ടാകും. അവരെങ്ങോട്ട് പോകാനാന്ന് ചോദിക്കും. ഇപ്പൊ ബസ് എങ്ങാനും ഉണ്ടോന്ന് ചോദിക്കും. അപ്പൊ അവർ ഇപ്പൊ ഒരെണ്ണം, ഞാനിങ്ങനെ നടന്നു വരുമ്പോ ഇപ്പൊ ഒരെണ്ണം പോയി, ഇല്ല ഈ പറയും വരാൻ സമയമായി, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഞാൻ എവിടേക്കാന്ന് ഇവരോട് ചോദിക്കും. ഇവരുടെ പാളയത്തിലേക്കാന്ന്. ഞാനും അപ്പോൾ ഇവരോട് ഞാനൊരു മുസ്ലിം ആയിരുന്നു, ഞാനിപ്പോൾ ക്രിസ്ത്യ വിശ്വാസിയാണ്. ഓ, നിങ്ങൾ ഹിന്ദു ആണല്ലോ, അപ്പൊ പൊട്ട് കാണും, അല്ലെങ്കിൽ കറുത്ത ചരട് കാണും, അല്ലെങ്കിൽ വെട്ടുകാട്ട് പള്ളിയിലെ വെള്ളച്ചരട് കാണും. അവിടെ കയറി പിടിക്കും ഞാൻ. ഓ,
ഇത് വെട്ടുകാട്ടുപള്ളിയിലെ ചരടാണല്ലോ, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, അല്ല ഞാൻ ഹിന്ദുക്കെയാ, എന്നൊക്കെ പറഞ്ഞ് അവർ തുടങ്ങുമ്പോ അതിൽ കയറി ഞാൻ പിടിക്കും. ഞാൻ പറയും ബൈബിൾ വായിക്കണം കേട്ടോ, ക്രിസ്തുവിനെ സ്നേഹിക്കണം കേട്ടോ. ആമേ സ്തോത്രം. ഞാൻ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് എന്റെ സുവിശേഷം പറയുമ്പോ അവർക്ക് അത്ഭുതമാണ്. കാരണം ആ കാലഘട്ടങ്ങളിലൊന്നും മുസ്ലിങ്ങൾ അധികമായിട്ട് ഇങ്ങനെ വന്നിട്ടില്ല. ആമേ സ്തോത്രം. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഞാനും അതിന് ബദൽ പറഞ്ഞു ബസ് വരുമ്പോ ഇവര് കയറുമ്പോ പറഞ്ഞ് എനിക്ക് തൃപ്തിയായില്ല, ഞാനും കൂടെ കയറും. ഞാൻ അവര് ഓൾറെഡി ചോദിച്ചു വെച്ചല്ലോ സ്ഥലം, ഞാനും പാളയത്തിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കും. അവര് എവിടെയാണോന്ന് വെച്ചാൽ അവിടെ ടിക്കറ്റ് എടുക്കുക. ഇവര് മുമ്പിലോട്ട് പോയാൽ ഞാനും കൂടെ പോകും. എന്നിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവരിറങ്ങുന്നിടത്ത് ഞാനും ഇറങ്ങും, വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലര് കേൾക്കും, ആമേൻ, അവര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയും. ചിലര് തർക്കിച്ചോണ്ടേയിരിക്കും. ഏതായാലും പറയാനുള്ളത് പറയുക, ബാക്കി കർത്താവ് പ്രവർത്തിച്ചോളും. ആമേ സ്തോത്രം. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വന്ന് എന്റെ ബസ് സ്റ്റോപ്പിൽ വന്ന് അടുത്ത ടിക്കറ്റ് എടുത്ത് ഞാൻ വീട്ടിലേക്ക് വരും. അന്നത്തെ രാത്രിത്തെ ഉറക്കം എന്ന് പറയുന്നത് എത്ര സുഖമാന്ന് അറിയാവോ? ഒരു ദിവസം സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അന്നേ ദിവസം ഭയങ്കര വേദനയാ. കർത്താവേ, നീ തന്ന സന്തോഷം, നീ തന്ന സമാധാനം, നീ തന്ന വീണ്ടെടുപ്പ്, നീ തന്ന രക്ഷ എനിക്ക് മറ്റൊരാളോട് പറയാൻ പറ്റിയില്ല. ഒരു ദിവസം എനിക്ക് നഷ്ടമായി കർത്താവേ, നാളെ 2 പേരെ തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ. നമ്മൾ രക്ഷിക്കപ്പെട്ട പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ആരോടെങ്കിലും പറയണം, അതവിടെ നിൽക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട മനോവ്യസനത്തിരിക്കുന്ന സ്ത്രീ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന വചനം വായിച്ചപ്പോൾ ഞാൻ ഭയപ്പെട്ടു. കാരണം എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. യെശയ്യാ 54 നിങ്ങൾ വായിച്ചാൽ മതി. അതിനകത്ത് എല്ലാ ദൂതും എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞ സർവ്വതും നടന്നുകൊണ്ടേയിരിക്കുക. ഒരാളും ക്രിസ്തുവിന്റെ നാമം ചൊല്ലി എന്റെ അടുക്കൽ പിന്നെ വഴക്കായിട്ട് വന്നിട്ടില്ല. പള്ളിയിൽ നിന്ന് വീട്ടിൽ വന്നു, എന്റെ പാപ്പാരുടെ അടുത്ത് വന്നു. അവസാനം എന്റെ വാപ്പ പറഞ്ഞു എന്റെ മക്കൾക്ക് സമാധാനം അതാണ്, അവർ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവർ ഊരുവലക്കാൻ പറഞ്ഞു, ഊരുവലക്കൊക്കെ എടുത്തു. പിന്നെ അത് തിരിച്ചു മറിച്ചൊക്കെ പോയി, അത് വേറെ കാര്യം. അന്നൊക്കെ എന്റെ ബന്ധുക്കളെല്ലാ വീടും അടച്ചിട്ടിരുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നാൽ എന്റെ ഉമ്മാടെ വാപ്പാടെ എല്ലാ വീടുകളിലും ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. എല്ലാ വീടും എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാ. ആമേ സ്തോത്രം. ഒരു അപ്പച്ചി ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു, ആമേ സ്തോത്രം, മക്കളെ നീ ഇവിടെ വരുമ്പോഴെങ്കിലും പള്ളി പോകാതിരുന്നൂടെ, നീ അവിടെ ഒക്കെ പൊയ്ക്കോ, കാരണം കുവൈറ്റിലായിരിക്കുമ്പോ നീ പൊയ്ക്കോ, ഇവിടെ നീ പോകാതിരുന്നൂടെ. ഞാൻ പറഞ്ഞു ഞായറാഴ്ച കാപ്പി കുടിക്കാൻ വിളിച്ചു. അപ്പോഴാ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞായറാഴ്ച എനിക്ക് വരാൻ പറ്റില്ല, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അന്ന് ഞാൻ ഹസ്ബൻഡും കൂടെ പോയ സമയം വരാൻ പറ്റത്തില്ല, ഞാന് പിന്നെ പള്ളി പോണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പച്ചി വേറെ എന്തുപേക്ഷിക്കാൻ പറഞ്ഞാലും ഞാൻ ചെയ്യാം, പക്ഷെ ക്രിസ്തുവിനെ മാത്രം ഉപേക്ഷിക്കാൻ പറയരുത്. ആ പേരും പറഞ്ഞ അപ്പച്ചി എന്നോട് പിണങ്ങരുത്. അതിനുശേഷം ഇന്ന് വരെ അപ്പച്ചി ആ വാക്ക് പറഞ്ഞിട്ടില്ല, അത് അംഗീകരിച്ചു. ആമേ സ്തോത്ര. ചിലരുണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ബന്ധുക്കടുത്ത് വരുമ്പോഴത്തേക്ക് അവര് ഒറിജിനൽ അവർക്കൊപ്പാവും. അവർ യാക്കോബക്കാരാണെങ്കിൽ അവർ യാക്കോബക്കാരാവും, ആ മർത്തോമക്കാരാണ് അവർ മർത്തോമക്കാരാവും. ആവരുത്. അവരെ കൂടെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ധൈര്യത്തോടെ പറയണം, ഞാൻ വചനം കണ്ടെത്തി, ക്രിസ്തുവിനെ കണ്ടെത്തി, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു, ഇന്ന അനുഭവങ്ങളാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയണം. ബന്ധം സ്വന്തം അവിടെ വെച്ച് നിന്നോട്ടെ, കുറച്ചു നാൾ കഴിഞ്ഞ് അവർ മടങ്ങി വരുവന്നേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം ഓടിപ്പോവുകയാണ്. ആമേൻ. ഞാൻ ഇവിടെ എന്റെ സാക്ഷ്യം നിർത്തുകയാണ്. ഒത്തിരി സാക്ഷ്യം പറയാനുണ്ടെങ്കിലും ആമേൻ നിർത്തുകയാണ്. ഞാൻ 92 തയ്യക്കടയിട്ടു. 95 പത്രത്തിൽ കണ്ട പരസ്യപ്രകാരം കുവൈറ്റിലേക്ക് വന്നു. 99 വരെ എന്നെ എണ്ണയിലിട്ട് ദൈവം വറുത്തു. പട്ടിണി വരെ കിടക്കേണ്ട അവസ്ഥ വന്നു. കർത്താവിനെ മുറുകെ പിടിക്കാൻ കർത്താവ് എന്നെ മുറുകെ പിടിച്ചു. ആമേൻ. വീഴാൻ അവൻ സമ്മതിച്ചില്ല, ലജ്ജിച്ചു പോവാൻ സമ്മതിച്ചില്ല. ആമേ സ്തോത്രം. 99 കല്യാണാലോചന വന്നു. അന്ന് എനിക്ക് കഴിക്കാൻ ഒരു ബ്രെഡ് പോലും ഇല്ല. ആമേ സ്തോത്രം. എന്താ പറഞ്ഞ, കുളിക്കാൻ സോപ്പ് പോലും ഇല്ല. അത്ര ദാരിദ്ര്യത്തിൽ ജോലിയില്ല നിൽക്കണ സമയം എനിക്കൊരു കല്യാണാലോചന വന്നു. ഞാൻ കല്യാണത്തിന് തയ്യാറല്ലായിരുന്നു. കാരണങ്ങളൊക്കെ തിരക്കി. ഇവിടെ ഞങ്ങളുടെ ചർച്ചിലുള്ള അമ്മാമ്മ മുഖാന്തരം ആ അമ്മാമ്മയോട് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. ആമേൻ. എന്റെ ആ 6 സെന്റ് സ്ഥലത്തിൽ 3 സെന്റ് അനിയത്തിക്ക് കൊടുത്തു. 3 സെന്റ് ലോൺ വെച്ചിട്ടാ ഞാൻ കടയിട്ട്, അതിന്റെ ലോൺ ജപ്തിയായി കിടക്കുന്നു, അതിന്റെ കടമുണ്ട്. ഇവിടെ വരാൻ തികയാതെ വിസക്ക് ഞാൻ പൈസ കടം വാങ്ങിച്ചു, അത് കൊടുത്തിട്ടില്ല. ഇവിടെ വന്ന് വിസ ചേഞ്ച് ചെയ്യാൻ പൈസ കടം വാങ്ങിച്ചു, അത് കൊടുത്തിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കല്യാണം നടക്കുന്നത് ദൈവം കൊണ്ടു തന്ന കല്യാണമാ. ആമേ സ്തോത്രം. 99 ജനുവരി 14 ചർച്ച് ഇവിടെ വെച്ച് ഞങ്ങളുടെ വിവാഹം നടന്നു. ആമേ സ്തോത്രം. ഞാൻ പറയട്ടെ, ഹിന്ദു എന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. ആമേ സ്തോത്രം. ഞങ്ങള് ചർച്ച് വെച്ചായിരുന്നു കല്യാണം നടന്നത്. കാസറ്റ് ഒക്കെയാണ് വീട്ടിൽ അയച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കുടുംബത്തിന്റെ ചെലവ് നോക്കണത് എന്റെ ഭർത്താവാ.
എന്നെയും എൻ്റെ കുടുംബത്തെയും. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞു വന്ന ഒത്തിരി പറയേണ്ടി വരും. അത്രയും കൊണ്ട് അവിടെ നിർത്തുകയാണ്. ഇന്ന് വരെ സ്തോത്രം. വിവാഹം കഴിഞ്ഞ് അതായത് 2010 ഡിസംബർ 21 ഞങ്ങൾക്കൊരു മോളെ ദൈവം തന്നത്, സ്നേഹമോൾ. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. ഇവിടെ തന്നെ അടുത്ത വർഷം ഞങ്ങൾ നാട്ടിൽ ചേർക്കാനൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് 15 വയസ്സായി അവൾക്ക്. ഈ 12 വർഷം മക്കളില്ലാതിരുന്നു. ആമേൻ. ആ നാളുകളിൽ എൻ്റെ ബന്ധുക്കളെല്ലാം എന്നെ ലജ്ജിക്കുമാർ സംസാരിച്ചു. പക്ഷെ ദൈവം ലജ്ജിക്കാൻ വിട്ടുകൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ പോയതുപോലെ, അതായത് കുവൈറ്റിൽ പോയതുപോലെ ദരിദ്രവാസിയായി മടങ്ങി വരുമെന്ന് എൻ്റെ അനുജത്തിയുടെ ഭർത്താവും ചില ബന്ധുക്കളൊക്കെ വെല്ലുവിളിച്ചു. അവരുടെ മുമ്പിൽ കൈ നിറയെ കർത്താവ് നന്മ അവൻ തരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഒത്തിരി ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും ദൈവമക്കളെയും ആമേൻ സഹായിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഞാൻ വലിപ്പം പറയല്ല. ഞാൻ പറഞ്ഞത് നീ ദാരിദ്ര്യത്തോടെ മടങ്ങി വരുമെന്ന് പറഞ്ഞവരുടെ മുമ്പാകെ ആമേ സ്തോത്രം പലരെയും സഹായിക്കാൻ, പലരെയും കല്യാണം നടത്തി കൊടുക്കാൻ സഹായിക്കാൻ, വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ സഹായിക്കാൻ, ആമേൻ എല്ലാ കാര്യങ്ങൾക്കും ദൈവം കരങ്ങളെ ബലപ്പെടുത്തി. ഇവിടെ ഞാൻ അറബി ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോവിഡ് വരെ നല്ല ട്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കോവിഡിന് ശേഷം കുറെ ബുദ്ധിമുട്ടായി. ഇടയ്ക്കിടയ്ക്ക് പിന്നെ നാട്ടിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആമേൻ അതിപ്പോ ഇല്ല. എങ്കിലും എൻ്റെ ഹസ്ബൻഡ് കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പ്രൈസ് ദി ലോർഡ്, നീ എവിടെ മുടിഞ്ഞു പോകും എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം മാനിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സമയം സമയം കഴിഞ്ഞുവെങ്കിൽ ഞാൻ നിർത്താം. എത്ര സമയം കൂടെ എനിക്ക് എടുക്കാൻ പറ്റും? സമയം കഴിഞ്ഞു, പറഞ്ഞു നിർത്താം. കഴിഞ്ഞോ? ഒറ്റ വാക്കും കൂടെ പറയാം. എസ്തേറിന്റെ നമ്മൾ ഒത്തിരി ഉപവാസങ്ങളെ കുറിച്ച് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ആമേൻ. എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വചനമാണ് നിങ്ങളോട് പറയുവാൻ ദൈവാത്മാവ് എനിക്ക് പ്രേരണ നൽകിയത്. എസ്തേറിന്റെ പുസ്തകം, ആമേൻ സ്തോത്രം, 10 അധ്യായം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കണം. അതില് നമുക്ക് ഒറ്റ വാക്യായിട്ട് പറയാൻ 4-ാമത്തെ അധ്യായത്തിന്റെ ആമേൻ 16 മുതലുള്ള വാക്യാണെങ്കിൽ 17-ാം വാക്യം ഞാൻ മറക്കാം. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ, അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. ആമേൻ. 16 മുതൽ വായിക്കാം. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ, അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. 3 ദിവസം ആമേൻ ഹല്ലേലൂയ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വിഷയത്തിന്റെ മേൽ, ഒരു വിഷയമെന്ന് പറയാൻ പറ്റത്തില്ല, ശക്തമേറിയ വിഷയമാ. ആമേൻ. അവരെ കുലത്തെ മുഴുവൻ, മൊർദെഖായിയുടെ കുലത്തെ മുഴുവൻ നശിപ്പിക്കുവാനായി ഹാമാൻ ഒരുക്കിയ ഒരു വിളംബരമുണ്ട്. അത് അവരെ എവിടെയല്ല ഈ 127 സംസ്ഥാനങ്ങളിലുമുള്ള ഇവരുടെ വംശത്തെ മുടിച്ചു കളയുവാനുള്ള ആമേൻ നിയമം പുറപ്പെടുവിച്ചിരിക്കുക. മൊർദെഖായിയുടെ ഉപവാസം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ആമേൻ. അത് കണ്ടും കൊണ്ട് ആരോ കണ്ടിട്ടാ പോയി എസ്തേറിനോട് പറയും. നമുക്കറിയാം എസ്തേർ അവിടെ വന്നത് എന്താ, എസ്തേറിന്റെ പുസ്തകം എന്നാ പേര്. പക്ഷെ പലരും മൊർദെഖായിയെ കുറിച്ച്, ഹാമാനെ കുറിച്ചാ പ്രസംഗിക്കുന്നത്. വേണം വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ കാതലായ വിഷയം, ഈ ഒരു പോയിന്റ് എന്നെ സ്പർശിച്ചത് സ്ത്രീകളിൽ ആരെയാണ്, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ ആരെയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് എസ്തേറിനെയാ ഇഷ്ടം. കാരണം അവളുടെ ജീവനെ പോലും, അതിന് വാക്യമുണ്ട്. അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ അധ്യായത്തിലെ 11-ാം വാക്യം പറയണ, ഈ സമയം ആകാതെ രാജാവിന്റെ സന്നിധിയിൽ ആർക്കും കടന്നുകൂടാ. യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടെ ഇരിക്കാത്തക്ക വണ്ണം രാജാവ് പൊൻചെങ്കോൽ ആ ആളുടെ നേരെ നീട്ടിയാൽ അയാളെ കൊല്ലണമെന്ന ഒരു നിയമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൊന്നുകളയും. സമയമാകാതെ കയറാൻ പാടില്ല. പക്ഷെ കേറിയാൽ പൊൻചെങ്കോൽ നീട്ടണം. അഗ്രം തൊട്ടാൽ പിന്നെ അവരെന്താ കാര്യം ചോദിക്കും. പക്ഷേ രണ്ടും കൽപ്പിച്ചിറങ്ങണേ. പൊൻചെങ്കോൽ നീട്ടാം, നീട്ടാതിരിക്കാം. സമയമായിട്ടില്ല പോകാൻ, ഈ സമയങ്ങളിൽ എനിക്ക് പോകാൻ സമയമല്ല എന്ന് എസ്തേർ പറയാ. പക്ഷേ അവളുടെ കുലം നശിക്കുന്നു എന്ന ആ വാർത്തയുടെ മുമ്പിൽ
ആമേൻ, അവർക്കൊപ്പം നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. അവരവിടെ നശിക്കുമ്പോൾ ഞാനിവിടെ സുഖിച്ചിരിക്കുന്നതും ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നതും ശരിയല്ല എന്ന് ആമേൻ അവൾക്ക് ബോധ്യമായി. അത് മൊർദെഖായി കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. നീ ഈ സമയം ഇണ്ടാതിരുന്നാൽ ആമേൻ യഹൂദന്മാർക്ക് വേറെ സ്ഥലത്ത് നിന്ന് അവർക്ക് ഉദാഹരണം ഉണ്ടാകും, അവർക്ക് വിടുതലുണ്ടാകും, പക്ഷെ നീയും നിന്റെ കുടുംബവും നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ ആ വാക്യം ഉണ്ട്. എങ്കിലും ഞാൻ പറയാ, അങ്ങനെ പറഞ്ഞാലും ആ നിയമപ്രകാരം അല്ലെങ്കിൽ കയറി ചെല്ലാൻ അവൾക്കൊരു ധൈര്യം വേണ്ടേ, അവൾക്കൊരു മനസ്സ് വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. അതുപോലൊരു മനസ്സായിരിക്കണം ദൈവമക്കളെ നമുക്കുള്ളത്. നമ്മളുടെ കുലം ആമേൻ എന്ന് പറഞ്ഞാൽ ആമേൻ ഈ ലോകത്തിലുള്ള സർവ്വജനവും ദൈവത്തിന്റെ ആമേൻ സൃഷ്ടിയാണ്. ഈ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചിട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ യാഗമായി തീർക്കാനായി അയച്ചതും കർത്താവ് വന്നതും. അപ്പൊ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ക്രൂശിക്കപ്പെടാനല്ല കേട്ടോ, ക്രൂശി ചുമക്കണം, ക്രൂശിക്കപ്പെട്ട പോലെ ജീവിക്കണം. നമ്മളെ തന്നെ ഒഴിഞ്ഞ് കർത്താവിനെ നമ്മൾ ചുമന്നുകൊണ്ട് കർത്താവിനായി ജീവിക്കണമെന്ന് തന്നെയാ ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളല്ല, ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങൾ അത്രേ നാം ഇനി ചെയ്യേണ്ടത്. നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്ന അവിടെയാ. അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടേതായ ചിന്തകൾ, നമ്മുടെ കുടുംബത്തിൻ്റെതായ ചിന്തകളിൽ നമ്മൾ കുടുങ്ങിപ്പോകുക. മുള്ളിനാൽ ഞെരിങ്ങപ്പെട്ടു പോയ വിത്തിനെ പോലെ ആമേൻ വളർന്നു വന്നാലും ഞെരിഞ്ഞു പോണു, ഫലം പുറപ്പെടുവുന്നില്ല. പക്ഷെ നമ്മളെ ആമേൻ സ്തോത്രം നല്ല നിലത്ത് വീണ വിത്ത് പോലെ ക്രിസ്തുവിനായി വിട്ടുകൊടുത്തിട്ട് ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് അവന്റെ ആശയാലുള്ള അവന്റെ വിളിയാലുള്ള ആശ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ വിട്ടുകൊടുത്താൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ ദൈവം ആമേൻ സ്തോത്രം. ആമേൻ സമയം ഒത്തിരി പോണത് കൊണ്ട് ഞാൻ അങ്ങനെ വിടുകയാണ്. ദൈവമക്കളെ, എസ്തറിന്റെ പുസ്തകം വ്യക്തമായി വായിക്കുക. നിങ്ങൾ ഇപ്പോൾ ഉപവാസത്തിൽ ഇരിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന തീരുമ്പോൾ ആമേൻ നിങ്ങൾക്ക് ഈ ഒരു ആഹ്വാനത്തോടുകൂടെ ആമേൻ സ്തോത്രം നിങ്ങൾ എഴുന്നേൽക്കാൻ ഇടയായി തീരട്ടെ. ആമേൻ സ്തോത്രം. അതിലെ ഒറ്റ വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. സോറി, ആമേൻ സ്തോത്രം. അതിന്റെ എല്ലാം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്